കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. മുത്തുമണി തൂക്കൽ തുടക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു. അപ്പം തന്നെ എൻ്റെ പകുതി എനർജി അങ്ങ് പോയി. ഇനി കുക്കിംഗ് പരിപാടിയുണ്ട്. അണ്ണൻ്റെ അമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാണേ. തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. കാരണം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ താമസം വരുമെന്നൊക്കെ. അണ്ണ എന്നെ വിളിച്ച് പറഞ്ഞു, ദാ ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണെന്ന്. പക്ഷേ സമയം 11 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വറുത്തരച്ചൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ വറുത്തരച്ച് വെക്കാറില്ല, കാരണം കുറച്ച് ജോലിപ്പാടാണ് എന്തോ അങ്ങ് തോന്നി. പിന്നെ അത്തായും അമ്മായും ഉണ്ടല്ലോ. അപ്പോൾ ഇത് അണ്ണൻ വന്ന് ഹോസ്പിറ്റലിലെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 രൂപയുടെ സിപ്പപ്പും കൊണ്ടാണ് വന്നത്. അത് കടിച്ച് പറയുവാണ് ഞാൻ. പിന്നെ ഇത് നെയ്ച്ചോറിനുള്ള സവാളയൊക്കെ എണ്ണ അരിഞ്ഞു. ആ സമയത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ മൂപ്പിച്ച് അരച്ചൊഴിച്ച് കറി അങ്ങ് സെറ്റായി. പിന്നെ ചോറ് വെക്കാൻ എളുപ്പമാണല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ ആഹാരം വെക്കുമ്പോഴേ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും കയറി വന്നാൽ നമ്മൾ പറയില്ലേ വയറ്റുഭാഗ്യം ഉണ്ടെന്ന്. അതുപോലെ എൻ്റെ ചിന്നമ്മായി മോളും ടൗണിൽ പോയിട്ട് കയറി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വൈകുന്നേരം ഞാൻ കൊണ്ടു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വീട്ടിലെല്ലാവരും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണേ വേഗം പോയി അമ്മായും കൂടെ വിളിച്ചോണ്ട് വരാം. കുട്ടുമണികളെ അത്തായി ഇരുത്തി ആദ്യത്തെ ട്രിപ്പ് അങ്ങ് ഫുഡ് കൊടുത്തു. പിന്നെ ഞാനും അമ്മമാരും ചിന്നമ്മായും കൂടി ഇരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് ഓടി വന്നതാണ്. പിന്നെ അത്രയും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് വിശപ്പും ഉണ്ടായിരുന്നു.